വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ചെയ്തിട്ടുള്ള സെയിം റെസിപ്പി തന്നെയാണ്. അത് ഓവനില്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിക്കുകയാണ്. ജാപ്പനീസ് കോട്ടൺ കേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉള്ള റെസിപ്പി ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ 60 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അത് 100 ml മിൽക്കിൻ്റെ കൂടെയാണ് മെൽറ്റ് ചെയ്യുന്നത്. 100 ml മിൽക്ക് എന്ന് പറഞ്ഞാൽ അര കപ്പ് പാലിൽ നിന്ന് 5 ടീസ്പൂൺ മാറ്റിയാൽ 100 ml മിൽക്കായി. 125 ml കപ്പിന് അര കപ്പ് പാലെടുത്തിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ബട്ടർ യൂസ് ചെയ്യാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ml എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ ഈ പാലും അതുപോലെ ബട്ടറും നന്നായി യോജിപ്പിച്ചെടുക്കണം. ബട്ടർ പാലിൽ നന്നായി അലിഞ്ഞ് ചേർന്ന് വരണം. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് 5 എഗ് യോക്കും 1 എഗ്ഗും ചേർത്ത് കൊടുക്കുന്നത്. 5 മീഡിയം സൈസിലുള്ള എഗ്ഗിൻ്റെ യോക്കും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള എഗ്ഗുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ 60 ഗ്രാം ഫ്ലോറും 20 ഗ്രാം കോൺഫ്ലോറുമാണ് ചേർക്കുന്നത്. 60 ഗ്രാം മൈദ എന്ന് പറയുന്നത് 125 ml കപ്പിന് അരക്കപ്പ് മൈദയാണ് ഉണ്ടാവുക. 250 ml ആണ് ഒരു കപ്പ്, അതിൻ്റെ അരക്കപ്പാണ് 125 ml. ആ 125 ml മൈദയാണ് ഉണ്ടാവുക. 20 ഗ്രാം കോൺഫ്ലോർ എന്ന് പറയുമ്പോൾ 1/4 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ചെടുത്താൽ മതി. അപ്പോൾ 20 ഗ്രാം ആയിരിക്കും. ഏകദേശം കണക്കാണ്, കറക്റ്റ് ആയിരിക്കില്ല. അത് നമ്മൾ വെയിറ്റ് എടുത്ത് ചെയ്യുന്നതും കപ്പിലെടുത്ത് ചെയ്യുന്നതും തമ്മിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. ഏകദേശമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് രണ്ടും കൂടെ അരിച്ച് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ബട്ടറും പാലും മിക്സ് ചെയ്തതിന് ശേഷം മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം എഗ് യോക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ 5 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും 1 നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ഒന്ന് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്കാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 90 ഗ്രാം പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. അര കപ്പ് പഞ്ചസാരയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 90 ഗ്രാമാണ് ഉണ്ടാവുക. അത് കറക്റ്റ് അല്ല, ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി ഇതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് കാസ്റ്റർ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അതില്ലാത്തവർ നോർമൽ ഷുഗർ തന്നെ എടുക്കുക. ഷുഗർ പൊടിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് നോർമൽ ഷുഗർ ചേർക്കുന്നതാണ്. ഇതുപോലെ സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ നന്നായി ബീറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ ബീറ്റാക്കി എടുത്തിട്ടുള്ള എഗ് വൈറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓവന് 150 ഡിഗ്രിയിൽ നിങ്ങളുടെ ഓവൻ്റെ പ്രീ ഹീറ്റ് ടൈം എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ്. ആ ഒരു സമയം നിങ്ങൾ ഇതിനകത്തേക്ക് വെക്കണം. അതെല്ലാം ഓവൻ ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം അത് ഒരു മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ചൂടാവാനായിട്ട് സ്റ്റൗ ടോപ്പിലേക്ക് വെക്കുക ഈ ഒരു സമയത്ത് തന്നെ. ഇനി നമ്മൾ ഈ മിക്സിൽ നമ്മൾ ഈ മുട്ടയുടെ വെള്ളമായിട്ട് മിക്സ് ചെയ്തത് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഫോൾഡ് ചെയ്തെടുക്കാം. അധികം കട്ടിയോ അതുപോലെ തന്നെ അധികം ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് നമുക്ക് കിട്ടുക. പിന്നെ എഗ്ഗ് മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഈ കേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു എഗ്ഗിൻ്റെ സ്മെല്ല് ഇതിന് എന്തായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്തതുകൊണ്ട്
സാധാരണ ഒരു എഗ്ഗ് കഴിക്കുന്ന ആളാണെങ്കിൽ അത്രയ്ക്കൊന്നും ഫീൽ ചെയ്യില്ല. എഗ്ഗ് കഴിക്കാത്ത ആളാണെങ്കിൽ നന്നായിട്ട് തന്നെ മുട്ടയുടെ സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ഞാനിവിടെ കാണിക്കാം. ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ഇതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ചാണ് എടുക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ബട്ടർ പേപ്പർ വിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് പാത്രത്തിനേക്കാളും കുറച്ച് ഹൈറ്റിൽ വിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കേക്ക് കുറച്ച് പൊങ്ങി വരും. പിന്നെ നമുക്ക് അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ പേപ്പർ പിടിച്ചിട്ട് എടുത്ത് വെക്കാനായിരിക്കും എളുപ്പം. അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മോൾഡിനെക്കാട്ടിലും നെക്സ്റ്റ് സൈസിലുള്ളതോ അതിനേക്കാൾ വലിയതോ ആയിട്ടുള്ള ഒരു ട്രേ എടുക്കുക. അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു 1/2 കപ്പോ 1/4 കപ്പോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ട്രേ ഇറക്കി വെച്ചിട്ട് ഈ 2 ട്രേയും ഒരുമിച്ചാണ് നമ്മൾ ഓവൻ്റെ റാക്കിലേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓവനിൽ ചെയ്യുന്ന രീതി ഇന്നലെ കാണിച്ചതാണ്. അതിൻ്റെ ഓവനിൽ വെക്കുന്നത് കാണിക്കാതിരുന്നിട്ടുള്ളൂ. ഓവനില്ലാതെ ചെയ്യുമ്പോൾ ഇതുപോലെ പാത്രം നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ടുള്ള ട്രേ ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ട്രേ അതിൻ്റെ മുകളിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ആ വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളിത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി ചെയ്യാനായിട്ട്. വെരി ലോ ഫ്ലെയിമാണ് ഏറ്റവും നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ 1.25 മണിക്കൂർ എടുക്കുന്നുണ്ട് ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇത് ചെമ്പിൻ്റെ ഈ അടപ്പ് ഏകദേശം ഈ ട്രേക്ക് അടുത്തെത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് താഴ്ന്നിട്ടാണ് നിങ്ങളുടെ കേക്കിൻ്റെ മോൾഡ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരിക്കലും കേക്കിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കേക്കിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് കേക്ക് ഷ്രിങ്കായി പോകും. അപ്പോൾ ഞാൻ 1.25 മണിക്കൂർ ബേക്ക് ചെയ്തതാണിത്. 1.5 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചാൽ മതി. അത് നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്ത ഉടൻ തന്നെ ഇതിൻ്റെ നമ്മൾ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളത് എടുത്ത് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, വയർ റാക്കിലേക്കൊന്നും എടുത്ത് വെക്കരുത്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് തന്നെ എടുത്ത് വെക്കുക. വയർ റാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പിലേക്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ പുറത്തു നിന്നുള്ളതൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓവനില്ലാതെ ഓവനിലൊക്കെ ഒരേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളെ ഫ്ലെയിമിൻ്റെ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പലർക്കും സംശയം വന്നത് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതാണ്. ഇതാണ് വാട്ടർ ബാത്ത് ബേക്കിംഗ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ ട്രേ ഒന്നാകെ നമ്മൾ ഓവനിലേക്കായാലും അല്ലാതെ ആയാലും വെച്ച് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.